ഈ അടിപ്പരണ്ട, ഒലിപ്പാറ, കയറാടി ഈ പ്രദേശം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൽ തന്നെ അല്ലേ? അത്യാഹിത നിലയുള്ള രോഗികളാണെങ്കിൽ ഒരു പക്ഷേ അത് ഒലിപ്പാറ അടിപ്പരണ്ടിൽ എടുത്തിട്ട് നെന്മാറയിൽ കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ആൾ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അവൻ്റെ ഉള്ള കാശും പോകുമ്പോൾ കുറേ മടുക്കും അവർ പിന്നെ അത് ഉള്ളത് വെച്ച് ഓടും. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം കരാറുകാരൻ്റെ ഭയങ്കരമായ ഒരു അനാസ്ഥതയിലുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നരകജീവിതമാണ്. നെന്മാറ ഒലിപ്പാറ റോഡ് 30 വർഷത്തിലധികമായിട്ട് പണികൾ തീരാതെ കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ റോഡ് പണി തുടങ്ങിയിട്ട് 3 വർഷത്തിലധികമായി. സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഡെവലപ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് 16.5 കോടി രൂപയോളം വകയിരുത്തുകയും കാസർഗോഡുകാരനായ അഹമ്മദ് ഹാരിസ് എന്ന BRK ഗ്രൂപ്പ് ടെൻഡർ എടുക്കുകയും 2023 ഓഗസ്റ്റ് മാസം തുടങ്ങി 2024 ഓഗസ്റ്റിൽ പദ്ധതി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഈ കാലം എത്രമായിട്ടും പണികൾ തീർന്നിട്ടില്ല. 50% പണികൾ മാത്രമാണ് തീർന്നിട്ടുള്ളത്. വളരെ പരിതാപകരമായ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ ഈ വിഷയം വരുന്നത് നെന്മാറ ഒലിപ്പാറ റോഡാണ്. ഇനി അതല്ല, ഏതെങ്കിലും ഒരു വഴി കൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എല്ലാ കണക്ട് ചെയ്യുന്ന റോഡുകളും മോശമാണ്. ഞാനടക്കം ഞങ്ങൾ ഇവിടെയുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും പഠിച്ച ഒരു സ്കൂളാണ് ഈ കാണുന്നത്, സെൻറ് തോമസ് സ്കൂൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇവിടെ കാണുന്ന ഈ വഴികൾ മുഴുവൻ എവിടെയെങ്കിലും കുഴിയില്ലാത്ത ഒരു ഭാഗം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ, അതായത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട സ്കൂളുകൾ 10 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ ഡെയിലി പോകുന്ന കുട്ടികൾ, അതേമാതിരി ഡെയിലി ജോലിക്ക് പോകുന്നവർ, ഈ റോഡിൽ കൂടെ ഡെയിലി തൊഴിൽ ചെയ്തിട്ട് സാധനങ്ങൾ കടകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ വണ്ടിക്ക് എത്ര രൂപയുടെ അമിത ചിലവാണെന്ന് അറിയാം. ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകാമെന്ന് വിചാരിക്കും. ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ അത്രയും എമർജൻസി ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ പോയാൽ അവിടെ എത്തുമോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ബുദ്ധിമുട്ടാണ്. നെന്മാറയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അപ്പുറത്താണ് അടിപ്പരണ്ട ഒലിപ്പാറ. അവിടെയാണ് 2 ക്ലിനിക് ഉള്ളത്. ആ ക്ലിനിക്കിൽ 24 മണിക്കൂറും അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ വിളിക്കാറുണ്ട് രോഗികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ. ഈ റോഡിന്റെ ഒരു ദുരിതത്തിന് ശേഷം എമർജൻസിക്ക് വിളിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. റോഡ് കുണ്ടും കുഴിയായിട്ട്, അത് അത്യാഹിത നിലയുള്ള രോഗികളാണെങ്കിൽ ഒരു പക്ഷേ അത് ഒലിപ്പാറ അടിപ്പരണ്ടിൽ എടുത്തിട്ട് നെന്മാറയിൽ കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ആൾ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അത് കയ്യോ കാലോ ഒടിഞ്ഞ കേസുകളാണെങ്കിലോ ഗർഭിണികളാണെങ്കിലോ കൊണ്ടുവരികയാണെങ്കിൽ കാറിലും മറ്റുള്ള ജീപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. കിടത്തി കൊണ്ടുവരിക തന്നെ വേണം. കിടത്തി കൊണ്ടുവരുന്ന സമയത്ത് റോഡ് ചാടി ഒരുപാട് ബുദ്ധിമുട്ടാണ്. പൊതുവെ ഈ റൂട്ടിൽ ഓടുന്ന ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇടുപ്പ് വേദന, അതുപോലുള്ള മറ്റുള്ള ശരീരവേദന. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം 6 ചാല ഓടണേ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര കാലും കാണിച്ചും ഡ്രൈവർമാർക്ക് കൂടുതൽ. ഞങ്ങൾ കുറേ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നിൽക്കുമ്പോൾ അധികം പ്രശ്നം വരുന്നില്ല. അത്രയും ചാട്ടമല്ലേ. ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ മടിക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ അത്യാവശ്യ കാര്യത്തിന് മാത്രമാണ് ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. അതും പരമാവധി ഈ റൂട്ടിൽ പോകാതെ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടെ വല്ല ഓട്ടോറിക്ഷയൊക്കെ വെച്ച് അങ്ങനെ പോകാനാണ് നോക്കുന്നത്. പദ്ധതി പൂർത്തീകരണം വൈകി 1 വർഷത്തോളം വൈകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഇടയായത്. ആദ്യഘട്ടങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ AXC ഓഫീസിലേക്ക് പാലക്കാട്, അതുപോലെ കലക്ടറെ നേരിട്ട് കാണുക, അന്നത്തെ MLA വസതിയിൽ ചെന്നുകൊണ്ടും ആരെയെല്ലാം ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യങ്ങൾ പിടാക്കാൻ ശ്രമിക്കണോ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കുകയും ഉണ്ടായി. തുടർന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഈ നാട്ടിലെ 1000-ലധികം വരുന്ന ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും ആ ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ അറിയിച്ച് എന്തെല്ലാം മാറ്റങ്ങളും എന്തെല്ലാം സമരപരിപാടികൾ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു വരികയാണ് ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ ഒരു ജനകീയ ഹർത്താൽ, അത്രമാത്രം ആൾക്കാരായിരുന്നു അന്ന്. നമ്മൾ ആരും വീട്ടിൽ പോയി വിളിച്ചിട്ടൊന്നുമല്ല, വെറും വാട്സപ്പിലൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് മാത്രമാണ് അന്ന് അത്രയധികം ആൾക്കാർ. കുറെ കടക്കാരൊക്കെ കടയടച്ചിട്ടും പലരും ജോലി അന്നത്തെ ദിവസത്തെ തൊഴിൽ വേണ്ടാന്ന് വെച്ചിട്ടും ഒക്കെയാണ് അത്രയധികം ആൾക്കാരാണ് അന്ന് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ ആൾക്കാരുടെ എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അതിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആ സമരം മാത്രമല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു ഹർത്താൽ ഇതിനു മുമ്പ് പ്രഖ്യാപിക്കാൻ നിന്നപ്പോൾ ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി തലേ ദിവസം അർദ്ധരാത്രിക്കൊക്കെ ഇവിടെ റോഡിൽ എന്തൊക്കെയോ കാണിച്ചു കൂടാനൊക്കെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ പോയിട്ട് അവരെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ കരാറുകാരനെ വിളിക്കുകയും അയാൾ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്നുകൊണ്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഉറപ്പുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം കരാറുകാരന്റെ ഭയങ്കരമായ ഒരു അനാസ്ഥതയിലുണ്ട്. പക്ഷേ ഈ കരാറുകാരെ കൊണ്ട് ഇത് ചെയ്യിക്കാനല്ലേ നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥരുള്ളത്.
ഫ്രണ്ട് രണ്ട് സൈഡിലുള്ള സോക്ക് അപ്സറുകൾ, സ്റ്റിയറിംഗിന്റെ ബോൾ ജോയിന്റ്, ടയറാഡിന്റെ, ലോവർ ആമിന്റെ ബുഷുകൾ ഇതെല്ലാം കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓരോ തവണയൊക്കെ ആളുകൾ മാറ്റും. വീണ്ടും വീണ്ടും കംപ്ലൈന്റ് ആകുമ്പോൾ അവർ ഒരു തവണയൊക്കെ മാറ്റിയിട്ട് പിന്നെ നല്ല പോസ്റ്റ് ആവും. ഇതിനൊക്കെ അവൻ്റെ ഉള്ള കാശും പോകുമ്പോൾ കുറെ മടുക്കും അവർ പിന്നെ അത് ഉള്ളത് വെച്ച് ഓടും, ദുരിതം അനുഭവിക്കുകയാണ്. മുന്നൊന്നും ഇത്രയ്ക്കും കംപ്ലൈന്റുകളില്ല. വണ്ടികൾ ഇപ്പോൾ പണി ചെയ്ത് പോയി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ കംപ്ലൈന്റ് കൊണ്ട് വരികയാണ്. ഈ സ്കൂട്ടി അങ്ങനെയുള്ള വണ്ടികളുടെയാണ് കൂടുതലും പ്രശ്നം വരുന്നത്. അതിൻ്റെ ഈ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും വണ്ടികളിൽ വരുന്നത്. അതുകൊണ്ട് കസ്റ്റമറിന്റെ വായിലുള്ള ചീത്തയും കേൾക്കണം, അവന്മാർ പറയുന്നത് മൊത്തം കേട്ടിട്ട് നിൽക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. ഈ വണ്ടികളിലെ ഏകദേശ വണ്ടിയും ഈ കംപ്ലൈന്റ് കാരണമാണ് വന്ന് കിടക്കുന്നത്. 3 മാസം കൂടുമ്പോൾ ലക്ഷറി ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബസ്സിന്. പക്ഷെ ആ ബസ് കൊണ്ടുവന്ന് ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ കല്ലടിച്ച് അതിന്റെ 2 ടയർ പൊട്ടി. 36,000 രൂപയാണ് എനിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ പുറകിൽ നിൽക്കുന്ന ഓട്ടോ എൻ്റെയാണ്. ഞാനൊരു ഓട്ടോ തൊഴിലാളി കൂടെയാണ്. നമ്മൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് എല്ല് തേയ്മാനം, ഡിസ്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ആഴ്ചയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകുന്നതായ ഒരവസ്ഥയാണ് വരുന്നത്. മൊത്തം പെയർ പാർട്സുകൾ, ജോയിന്റും അതിന്റെ ഹാമ്പറും അതിന്റെ എൻഡുകളും എല്ലാം പൊട്ടി പൊളിഞ്ഞ് രൂപക്കേടായി. ഏകദേശം ഇപ്പോൾ 13,200 ചില്ലറ രൂപ വർക്ക്ഷോപ്പിൽ ഇറക്കിയിട്ട് ഇപ്പം ഞാൻ വന്നതാണ്. ഈ റോഡിന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. എല്ലാ ഡ്രൈവർമാരും അവിടെ ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കണം. ദയവ് ചെയ്ത് ഇതിനുള്ള ശാശ്വത പരിഹാരം ഞങ്ങൾക്കിത് നടത്തി തരണമെന്നാണ് എന്നൊരു ആഗ്രഹം. കിട്ടുന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നിലവിൽ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതുവരെ ഒരു വർക്കുകൾ നടക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർമാരും പൊതുജനങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അതിനുള്ള മറുപടി കിട്ടിയതിനനുസരിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് ഈ കോൺട്രാക്ടർ പല ഭാഗങ്ങളിലായിട്ടും, കോമണ്ണാർക്കടായാലും രാജക്കടായാലും അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടും ഈ വർക്കുകൾ ഇതേപോലെ തന്നെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു വർക്കുകളും പൂർത്തീകരിക്കാത്ത രീതിയിൽ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിലവിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ഈ ഷെഡ്യൂൾ ഇതിന് മുന്നും തന്നിട്ടുള്ളതാണ്. ഇതുവരെ തന്നിട്ടുള്ള ഷെഡ്യൂളുകളൊന്നും പാലിക്കപ്പെടാത്തതുകൊണ്ട് ഇപ്പോൾ നിലവിൽ തന്നിട്ടുള്ള ഷെഡ്യൂളും പാലിക്കപ്പെടുമെന്നുള്ള വിശ്വാസം നമുക്ക് തീരെയില്ല. നിലവിലുള്ള ഈ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രാക്ടറെ കണ്ടെത്തി പണി പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു സർക്കാർ ഭരിച്ചു, അത് കഴിഞ്ഞപ്പോൾ പുതിയ സർക്കാർ വന്നു. ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാവുമെന്ന് വിചാരിക്കുന്നു.